എനിക്കൊരു ബ്രൈഡൽ വർക്ക് വന്നിരുന്നേ. അപ്പോൾ അതിൻ്റെ ഷോളാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതൊരു ഗൗണാണ്. പിന്നെ ഗൗണാണ് അവർക്ക് വേണ്ടത്. അതുപോലെ നല്ല വർക്കും നമുക്കതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കതിൻ്റെ ഷാള് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഷാളായിരുന്നു. സിമ്പിൾ മീൻസ് പ്ലെയിൻ നെറ്റ്. ആ പ്ലെയിൻ നെറ്റിന്മേൽ നമ്മൾ വർക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഞാൻ ഇതിന് പറയുന്നത് സമൂസ ലേസ് എന്നാണ്. നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഓക്കെ, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ലേസ് ഞാനിതിൻ്റെ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുകയാണ് ഫസ്റ്റ്. വീതിയുള്ള സൈഡിലല്ല, വീതി ഇല്ലാത്ത സൈഡിൽ ഈ ഒരു ലൈസ് വെച്ച് കൊടുക്കുകയാണ് ഫസ്റ്റ്, രണ്ട് സൈഡിലും കേട്ടോ. അതങ്ങനെ രണ്ട് സൈഡിലും വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു മുഖത്തോട് വരുന്ന ഭാഗത്ത് രണ്ട് ലൈസ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മിറർ ടൈപ്പ് വരുന്ന ഒരു ലൈസാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഫസ്റ്റ് അതാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നോക്കൂ, ഇതൊരു 3/4 ഇഞ്ച് വീതി വരുന്ന ഒരു ലൈസാണ്. അപ്പോൾ ഞാനത് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് വേറൊരു ഹെവി വർക്കുള്ളൊരു ലൈസും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ടുള്ള പ്ലെയിൻ നെറ്റ് കിട്ടിയാലും നമുക്ക് അതിനെ വർക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനേക്കാളും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ലൈസ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാവുമ്പോൾ നമുക്ക് തന്നെ ഇത് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇപ്പോൾ എംബ്രോയ്ഡറി അറിയണം എന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും നമുക്ക് ഹെവി ആയിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഈ ഒരു മിറർ ലേസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ ഇങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ അതവിടെ കറക്റ്റിന് അങ്ങ് നിന്നോളും. ഇനി നമുക്ക് അടുത്ത ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് ഈ ലേസ് വരുന്നത്. ഇനി അതിൻ്റെ മുകൾ സൈഡിൽ ഇങ്ങനൊരു ലൈസും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ലൈസും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കാലപ്പിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് നമ്മുടെ തലയുടെ ഭാഗത്താക്കിയിട്ട് അങ്ങനെയും വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ കസ്റ്റമറിന് ഇങ്ങനെ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം. സ്കാലപ്പിൻ്റെ ഭാഗം നമ്മുടെ മുഖത്തിന് വരുന്ന പോലെ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് അവർക്ക് വേണ്ടത്. സ്കാലപ്പിൻ്റെ വർക്ക് മുഖത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കാരണം അധിക ആളുകളും ഇതങ്ങ് കണ്ടുപോകും എന്നല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു വീഡിയോ അല്ലേ. കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്കത് അടിക്കാൻ തോന്നും. അതുപോലെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടാകും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരമുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ്, അതുപോലെ ലൈക്കും ചെയ്യണേ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. താങ്ക്